ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മസാല ദോശ ആയിട്ടോ. നല്ല മസാല ദോശ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ ഒരു പാനിലോട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് കടുകൊന്ന് പൊട്ടിത്തെറിപ്പിക്കുക കേട്ടോ. അല്ല, കുറച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിത്തെറിപ്പിക്കുക. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലേവറൊക്കെ ഇട്ടിട്ട് കറിവേപ്പില കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ, എന്നിട്ട് കറിവേപ്പില കുക്കായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓണിയൻ കട്ടാക്കി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വലിയ കുരുകുഴന്നാവേണ്ട, നല്ലൊരു മീഡിയം സൈസിൽ കുറച്ച് ഓണിയൻ ആക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് സാൾട്ട് ആഡ് ചെയ്ത്, നമുക്ക് ഇപ്പോൾ കല്ലുപ്പാണ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് കുക്കായി വരുന്നതൊക്കെ അടച്ച് വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടാക്കി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കാരറ്റ് പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. കുക്കായി വരുന്ന കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളാണ്. അപ്പോൾ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഗരം മസാല കുറച്ച് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ അത് ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത നമ്മുടെ പൊട്ടാറ്റോ ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പൊട്ടാറ്റോ. നമുക്ക് ആവശ്യമുള്ള കുറച്ചധികം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്യുക. ഇനി ആഡ് കൊടുത്ത് മല്ലിച്ചപ്പാണ്. അതിനകത്ത് നമ്മൾ കറി ഇടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ചൂടാം. അപ്പോൾ നമ്മളൊരു പാനിലോട്ട് കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മളങ്ങനെ ദോശമാവ് ആക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ദോശമാവ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ആയിട്ടുണ്ട്. ഇനി ദോശയിലിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.